രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം AR ക്യാമ്പിലെത്തിച്ച് രാഹുലിനെ ചോദ്യം ചെയ്തു. പോലീസ് ട്രെയിനിംഗ് ക്യാമ്പിലെ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ രാഹുൽ ഈശ്വർ ഉള്ളത്. TS ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ഇനി എങ്ങനെയാണ് പോലീസ് നടപടി? രാഹുൽ ഇപ്പോഴും ചോദ്യം ചെയ്യലിന് വിധേയമാവുകയാണോ ചെയ്യുന്നത്? എന്താണ് സംഭവിക്കുന്നത്? അതെ, പോലീസിന്റെ നടപടികൾ തുടരുകയാണ്. എയർ ക്യാമ്പിലാണ് ഈ അതിജീവിതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എയർ ക്യാമ്പിലാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് എത്തിക്കുന്നത്. അതിനുശേഷം അവിടെ വെച്ച് ചോദ്യം ചെയ്യലും മറ്റ് നടപടിക്രമങ്ങളും കഴിഞ്ഞു. അതിനുശേഷം ഏകദേശം ഒരു അരമണിക്കൂറായി അവിടെ നിന്ന് പുറത്തിറക്കി നേരെ തൈക്കാടുള്ള പോലീസ് ട്രെയിനിങ് കോളേജിലെ ആ ക്യാമ്പിലെ സൈബർ പോലീസ് സ്റ്റേഷൻ, അവിടെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേരത്തെ രാഹുൽ ഈശ്വറിനെ അവിടെ എയർ ക്യാമ്പിൻ്റെ പരിസരത്ത് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യ ദീപ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിരുന്നു. രാഹുലിനെ അകത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ തൈക്കാട് ഈ സൈബർ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലും ദീപയുടെ സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിനെ സ്വാഭാവികമായിട്ടും IT ആക്ട് പ്രകാരവും ഒരു സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലുള്ള വകുപ്പുകളൊക്കെ ചേർത്താണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിലെ ഈ FIRലെ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്, ഈ FIRൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളും മറ്റുമൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്, അറസ്റ്റ് ചെയ്ത് ഒരു പക്ഷേ രാഹുൽ ഈശ്വറിനെ ജാമ്യത്തിൽ വിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ അത് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരമല്ല. ആ FIRലെ വകുപ്പുകൾ ചേർത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. എങ്കിൽ കൂടിയും ഏകദേശം ഒരു അരമണിക്കൂറായി ഇപ്പോൾ ഈ സൈബർ പോലീസ് സ്റ്റേഷനിൽ രാഹുൽ ഈശ്വറിനെ കൊണ്ടുവന്നിട്ട് അതിനുശേഷം ഇപ്പോഴും നടപടിക്രമം, അതായത് ലാപ്ടോപ്പും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരണം എന്നുള്ള കാര്യം പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പരിശോധനയും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ സൈബർ പോലീസ് സ്റ്റേഷനിൽ നടക്കുകയാണ്.